ഇന്ന് ഡോക്ടർ കെ ജി താര മാഡം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വികസനത്തിന്റെ പേരിൽ നമ്മൾ പ്രകൃതിയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, അതോ മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണോ? ഞാനത് പറയാൻ കാരണം ഇപ്പോൾ 2024 കേരളത്തിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട ഒരു വർഷമായിരുന്നു. നമ്മളൊരു ചൂടേറിയ വർഷം ആയി അതിനെ രേഖപ്പെടുത്തി. പക്ഷെ അത് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപേ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1901 ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1950 പാലക്കാട് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ താപനില ഏതാണ്ട് 41.9 ഡിഗ്രി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ കുറെ കൂടി ഈ പ്രകൃതി ഭംഗിയുള്ളതും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാലമായിരുന്നല്ലോ. അന്നും ഉഷ്ണതരംഗം പോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ ഇടപെടൽ മൂലം ഉണ്ടായതാണെന്ന് പറയാൻ കഴിയുമോ മാഡം? മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളുടെ ആക്കം കൂട്ടുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ മുൻപ് കാലത്ത് ഉണ്ടായിട്ടില്ലേന്ന് ചോദിച്ചാൽ മുൻപ് കാലത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ട്, മുൻപ് കാലത്ത് പേമാരി ഉണ്ടായിട്ടുണ്ട്, ചൂടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ മരണമടയുന്നവരുടെ എണ്ണം നമ്മൾ നോക്കണം. അതിൽ വന്നിട്ടുള്ള പാരിസ്ഥിതിക നാശം എത്രയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസ്തുവകകളുടെ നാശം എത്രയുണ്ടായിരുന്നു എന്നുള്ള കണക്കാണ് നമ്മൾ എടുക്കേണ്ടത്. എത്ര മനുഷ്യരെ അത് ബാധിച്ചു, എത്ര പേരുടെ വീട് പോയി എന്നുള്ള കണക്കുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഘാതത്തിൻ്റെ തോത് വർഷാവർഷം കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? നമ്മളുടെ ജനസംഖ്യ കൂടി വരുന്നു, അതൊന്ന്. രണ്ട്, നമ്മളുടെ ഇടപെടലുകൾ, പരിസ്ഥിതിയിലുള്ള ഇടപെടലുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്. നമ്മളിപ്പോഴും ഈ ചർച്ച എനിക്ക് തോന്നണേ നമ്മുടെ ഈ സൺസ്ക്രീനും സൺ ലോഷനും അപ്പുറത്തേക്കുള്ള ഒരു ജനതയെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഈ സൺസ്ക്രീനോ സൺ ലോഷനോ ഒന്നും വാങ്ങിച്ച് നിത്യവൃത്തിക്കുള്ള വകയില്ലാതെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾ, ഇതൊന്നും വാങ്ങിക്കാൻ ഈ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവരൊരു അരിയോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു ബസ് കൂലിക്ക് വേണ്ടി അത് മാറ്റി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഹരിതകർമ്മസേന അവർ നമ്മുടെ വീട്ടിൽ വന്ന് വേസ്റ്റ് എടുക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ചൂട് കാലത്ത് 12 മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 3 മണി വരെ പോകേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ അവർക്ക് എന്ത് തരം ഒരു പ്രൊട്ടക്ഷനാണുള്ളത്? ഈ ട്രാഫിക് പോലീസിന് വാസ്തവത്തിൽ നമ്മൾ നഗരസഭ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, എവിടെയൊക്കെ പോലീസുകാർ ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ടോ അവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക്, സാമാന്യ ജനത്തിന്, കടക്കാർക്ക് എല്ലാം, അതായത് കട നടത്തുന്ന ആളുകൾക്കെല്ലാം വാസ്തവത്തിൽ ഈ നമ്മൾ പ്രളയകാലത്ത് കാണിച്ചിരുന്ന ആ ഒരു മനുഷ്യ സ്നേഹം ഇപ്പോഴും കാണിക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു മാറ്റം, ആർക്ക് വേണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ട്രാഫിക് പോലീസ് അവർ സ്ഥിരമായിട്ട് അവിടെ വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ട ആളുകളാണ്. ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, അവർ ഏത് സൺസ്ക്രീനും ലോഷനും ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഓടിക്കുന്നുണ്ടാവുക. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പോളിസി ചേഞ്ചസിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട സമയം കൂടിയാണ്. ആ പോളിസി ചേഞ്ചിലെ സമയക്രമീകരണം മാത്രമല്ല, നമ്മുടെ യൂണിഫോമുകളിൽ നമ്മൾ മാറ്റം കൊണ്ടുവരണം. നമ്മൾ സ്കൂളിലെ യൂണിഫോമുകൾ നോക്കൂ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഈ ടൈയും സോക്സും ഒക്കെ, ഷൂസും ഇപ്പോഴും നിർബന്ധിതമാണ്. അപ്പോൾ ഈ മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ കുട്ടികളുടെ ആഘാതം, ഇപ്പോൾ വെക്കേഷൻ ആയിരിക്കും, അല്ലാതെ മാർച്ച് മാസത്തിലെ ഈ ചൂട് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിക്കാത്ത ഇത്തരം വേഷവിധാനങ്ങൾ വക്കീലന്മാരുടെ, ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ കൊളോണിയൽ ആ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ വലിയ കറുത്ത കോട്ടും എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ കട്ടിയുള്ള കോട്ടാണ് അവർ ഇപ്പോഴും ധരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ അവർ കുറെ കൂടി നേർത്ത തുണി കൊണ്ടുള്ള കോട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നഴ്സുമാർ അവർ ഈ യൂണിഫോം ധരിക്കാൻ നിർബന്ധിതരായവരാണ്. പോലീസ് സേന അവർ ഈ ബൂട്ടും സോക്സും എല്ലാം ഇപ്പോഴും ധരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു യൂണിഫോമിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പോലും
നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പാരിസ്ഥിതികമായ മാറ്റങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ ആക്കം കൂടുന്നു. നമ്മൾ മുമ്പിലെ വർഷങ്ങളിൽ, ഇപ്പോൾ 1950-കളിലെ കാര്യം വേണ്ട, ഇപ്പോൾ ഈ മുൻ വർഷങ്ങളെക്കാളും എന്തുകൊണ്ട് ഇപ്പോൾ ചൂട് കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കടലുകളാണ് നമ്മുടെ ചൂട് വലിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് ഉള്ള. 1/3 ഈ പിന്നെ എന്താണ് ഈ ചൂടും വലിച്ചെടുക്കുന്നത് കടലിലാണ്. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ ചൂട് വലിച്ചെടുക്കുന്നത് കടലുകളാണ്. ആ കടലുകൾ മലിനമാക്കപ്പെട്ട് കഴിഞ്ഞാൽ കടലിൻ്റെ ആഗിരണ ശേഷി, ചൂട് ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയും. നമ്മൾ ഈ വേസ്റ്റ് മുഴുവനും അവിടെ പോയി അല്ലേ അടിയുന്നത്. അത് എത്രയോ പഠനങ്ങൾ വന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞ കടലുകൾക്ക് ചൂട് വലിച്ചെടുക്കാനുള്ള ശേഷി ഇല്ലാതായി വന്നിരിക്കുന്നു. പണ്ട് നമുക്ക് കുളങ്ങളുണ്ടായിരുന്നു, നദികളുണ്ടായിരുന്നു. എപ്പോഴും പരിസ്ഥിതിയെ പറ്റി പറയുന്നു എന്നുള്ളൊരു ആക്ഷേപം കേൾക്കാം. പക്ഷേ നമ്മൾ ഈ സത്യം പിന്നെ സത്യത്തെ മൂടി വയ്ക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ആ കരുതലും കൂടി നമ്മളുടെ ഭാഗത്തുണ്ടാകണം. പണ്ട് ഈ കുളങ്ങളും ഈ നദികളും എല്ലാം ഈ ചൂട് വലിച്ചെടുക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും, എൻ്റെ വീടിൻ്റെ ചുറ്റും ഒരുപാട് പറ്റുന്ന രീതിയിലുള്ള മരങ്ങൾ, ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മറ്റു വീടുകളിൽ അനുഭവപ്പെടുന്നതിനേക്കാളും ചൂട് തീർച്ചയായിട്ടും ഈ വീട്ടിൽ കുറവാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വളരെയധികം ഈ AC വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ AC വാങ്ങിച്ചു കൂട്ടുന്നതിന് പരാതി പറയാനില്ല. പക്ഷേ ആ AC-യുടെ പുറത്ത് അടുത്ത് പോയി നിന്ന് നോക്കുക. അതായത് മുറിക്കകത്ത് നമുക്ക് തണുപ്പുണ്ടാവും, പക്ഷേ AC-യുടെ ആ മെഷീൻ, ഇത് യന്ത്രം വെച്ചിരിക്കുന്നതിൻ്റെ വെളിയിൽ നമ്മൾ പോയി നിന്ന് ചൂട് കാറ്റാണ് വരുന്നത്. അപ്പം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ, ഈ അന്തരീക്ഷ താപനില കൂട്ടുന്നതിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന AC-ക്കും ഒരു പങ്കാളിത്തമുണ്ട്. അപ്പോൾ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ കരുതലോടുകൂടി ഇത് ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മളെല്ലാവരും, കാരണം നമ്മൾ ഈ ചൂട് കൂട്ടുമ്പോൾ നമ്മൾ മാത്രമല്ല ഇതിനകത്ത് പെട്ടുപോകുന്ന ഈ പാവപ്പെട്ട നിരുപദ്രവകാരികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഈ മൃഗങ്ങളും മനുഷ്യനോടൊപ്പം പക്ഷികളും എല്ലാം ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ജീവജാലങ്ങൾ എല്ലാവരും പെട്ടുപോകുന്നു. അപ്പോൾ ഈ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വന്നു. ഈ ചൂട് അതിന് താങ്ങാൻ പറ്റുന്നില്ല ഈ തേനീച്ചകൾക്ക്. തേനീച്ചകൾ മരിച്ചാൽ എന്താ കുഴപ്പം, തേനീച്ച മരിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഈ പരാഗണം നടത്തി നമുക്ക് വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ചിത്രശലഭങ്ങളും തേനീച്ചകളുമാണ്. അപ്പോൾ ഒന്നിനോട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ഇതിനെല്ലാം അടച്ചു വെച്ചിട്ട് മനുഷ്യൻ മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് പരിസ്ഥിതിയിൽ, ഭൂമിയിൽ സാധ്യമല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു അവതാളത്തിലാക്കിയിട്ട് ഇനിയിപ്പോൾ ചന്ദ്രനിൽ പോയി താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.